ദേ ഇനി പരീക്ഷയ്ക്ക് വെറും 3 മാസങ്ങൾ. ഈ 3 മാസം നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും മാത്രമല്ല അല്ലെ. ഒരുപാട് ആൾക്കാരെ, അതായത് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ ആഗ്രഹിച്ച് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു 3 മാസമാണ് ഇനി നമുക്ക് ഉള്ളത്. ഇവിടെ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? ഇതേപോലെ 2024 ഈ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ടെൻഷൻ അടിച്ച്, നിങ്ങളെപ്പോലെ ഇടയ്ക്കൊന്ന് ഡിപ്രസ്ഡ് ആയി, ഒരുപാട് സ്ട്രെസ്സിലൂടെ ആങ്സൈറ്റിയിലൂടെ കടന്നുപോയി, പക്ഷെ അതെല്ലാം മാറി ഏറ്റവും സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന എൻ്റെ മക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS ഫസ്റ്റ് ഇയേഴ്സ് ആണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ഇവര് എന്തിനാണ് എന്നോടൊപ്പം ചേരുന്നതെന്ന് അറിയോ? ഇവർ പറഞ്ഞു തരും ഈ 3 മാസം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന്. ഒരുപക്ഷെ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും ടെൻഷൻ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഈ ഘട്ടം ഇവരെങ്ങനെയാണ് താണ്ടിയതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കും അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. എൻ്റെ വാക്കുകളേക്കാൾ ഇവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ചിദാനന്ദ് റെസിഡൻഷ്യൽ ബാച്ചിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിച്ച ആളാണ്. ചിദാനന്ദ് ഈ പറയുമ്പോൾ റെസിഡൻഷ്യൽ ബാച്ച് എന്ന് പറയുമ്പോൾ 2 വർഷം അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച് +2-നോടൊപ്പം തന്നെ +2-ൻ്റെ മാർക്കിന് ഒട്ടും ക്ഷണം വരാതെ MBBS ക്വാളിഫൈ ചെയ്ത ആളാണ്. മോനെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആ സ്കൂളിലിരിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലൂടെ കടന്നു വന്നത്? അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എനിക്ക് ഈ സ്വപ്നം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇത് വേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഉറപ്പായിട്ടും ഇത്രയും ചെയ്തിട്ട് ഇനി 3 മാസം കൂടെ ഉള്ള ഫീല് വരുമ്പോഴത്തേക്കും ഒരു ടെൻഷനും ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് വേണം എന്നുള്ള മനസ്സിൽ വെച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ അന്നും മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ചിദാനന്ദ് പറയുന്നത് ചിദാനന്ദിന് എനിക്കത് വേണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യിപ്പിച്ചത്. ഉറപ്പായിട്ടും ആ ആഗ്രഹം മാത്രം മതി. അതിനുവേണ്ടി സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ ഇച്ചിരി ഒന്ന് മാറിപ്പോവല്ലോ സ്റ്റഡീസ് ചെയ്യുന്ന. അതിനെ എങ്ങനെയാണ് കോപ്പ് ചെയ്തത്? അതിനെ കോപ്പ് ചെയ്തത് ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഒരു പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും 6 മണിക്ക് പഠിത്തം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അതപ്പോഴത്തേക്കും എൻ്റെ മനസ്സൊക്കെ ഒന്ന് കാമാക്കി കുറെ കൂടെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് എൻ്റെ മെഡിറ്റേഷന്റെ പവറാണ് കോൺസെൻട്രേഷൻ അറ്റൻഷൻ തന്നത്. ഉറപ്പായിട്ടും. മോളെ, ഈ പറയുന്ന പോലെ നിങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ വ്യൂവേഴ്സ്. അപ്പോൾ അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. മോൾ എങ്ങനെയാണ് ആ ഒരു സമയം മോൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണുള്ളത്? അപ്പോൾ നിങ്ങളെല്ലാം ആ ഘട്ടത്തിലൂടെ കടന്നു വന്നിട്ട് അത് അറ്റൈൻ ചെയ്തവരാണ്. ആ സമയത്ത് മോളുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ഞാൻ പേഴ്സണലി ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാർക്ക് വന്ന ആളല്ല. കുറച്ച് എക്സാമിന് മാർക്ക് വന്ന അടുത്ത എക്സാമിന് ഡയറക്റ്റ് താഴോട്ടേക്ക് പോകും. അപ്പോൾ എനിക്ക് അവിടെ ഏറ്റവും നല്ല സപ്പോർട്ടായത് എൻ്റെ കോർഡിനേറ്റേഴ്സ് ആണ്. പ്രദീപ് സാറും സജിത് സാറും. ഞാൻ എത്രയോ പ്രാവശ്യം സാറുമാരുടെ അടുത്ത് പോയിട്ട് സാറ് എനിക്ക് വയ്യ, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് കുറേ പറയുമ്പോൾ സാറ് പറയും നിനക്ക് പറ്റും. ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ്. പക്ഷെ ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും എന്നുള്ള കുറേ ബ്രില്യൻറ്റിൻ്റെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വൈറ്റ് കോട്ട് വെച്ച് ഇരിക്കുന്നത്. ഇത് എനിക്ക് നിങ്ങളോടും കൂടി പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി മിസ്സേ മാർക്ക് താഴെ പോകുന്നു, സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് 3 മാസങ്ങളിൽ പോലും സ്റ്റെബിലിറ്റി ഇല്ലാതെ താഴെ പോയിട്ടും വൈറ്റ് കോട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് പിന്നിലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? നമുക്ക് അടുത്ത ആളിനോട് ചോദിക്കാം. നമ്മളെ പരീക്ഷയ്ക്ക് അദ്ദേഹം പറഞ്ഞു സ്റ്റെബിലിറ്റി ഇല്ലാതെ മാറി പോകുമായിരുന്നു, എന്നിട്ട് ഓവർകം ചെയ്തു. മറ്റൊരാൾ ഭയങ്കര സ്ട്രെസ്സിലൂടെയാണ് കടന്നുപോയത്. ഈ ഒരു ചോയ്സ് തെറ്റായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡ്യൂറിംഗ് ദ സ്റ്റഡി? ബ്രില്യൻറ്റിൽ നിൽക്കുന്ന സമയത്ത് ആദ്യമൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ പിന്നെ എല്ലാവരുടെയും പാഷൻ കാണുമ്പം ഒരു മോട്ടിവേഷൻ ആയിരുന്നു. കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സിൻ്റെ പാഷൻ ആയാലും അവരെല്ലാം അവരുടെ കോർഡിനേറ്റേഴ്സിൻ്റെ പാഷൻ ആയാലും നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും സ്ട്രെസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. മാക്സിമം ചെയ്യാൻ തോന്നി. അങ്ങനെ റിസൾട്ട് അറ്റൈൻ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഒരു 3 മാസത്തെ ഫൈനൽ മന്ത് സ്ട്രാറ്റജി എന്തായിരുന്നു പരീക്ഷയ്ക്ക്?
നമുക്ക് എല്ലാ കൊല്ലവും ബ്രില്യൻറ്റ് മോഡൽ എക്സാംസ് എന്ന് പറഞ്ഞൊരു സംഭവം നടന്നത്. അത് ഭയങ്കര ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലാണ്, അതുവരെ കയറിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ടൈമിൽ എന്തായാലും കയറും. അത് പക്കായിട്ടുള്ള റിവിഷൻസ് നമുക്ക് ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം ലീവാണെങ്കിലും ഹോളിഡേയ്സിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ആ മോഡൽ എക്സാം നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഉറപ്പായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ലാസ്റ്റത്തെ എക്സാമിന്. പിന്നെ ആ ഒരു എന്താണ് പറയുന്ന നമ്മളുടെ ആ ഒരു ഷെഡ്യൂള്, പഠിക്കുന്ന ഷെഡ്യൂള് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷെഡ്യൂൾ വെച്ചിട്ടാണോ പഠിച്ചുകൊണ്ടിരുന്നത് അതോ റാൻഡം ആയിട്ട് പഠിക്കുമായിരുന്നു? ഷെഡ്യൂൾഡ് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എല്ലാം കോർഡിനേറ്റേഴ്സും പിന്നെ മെന്റേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർ എല്ലാവരും ഓരോരോ ഷെഡ്യൂൾ നമുക്ക് സജസ്റ്റ് ചെയ്യും. നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ചൂസ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യും. ഷെഡ്യൂൾഡ് ആയിട്ട് തന്നെ ആയിരുന്നു പഠിത്തം. ഒരുപാട് ആ മോഡൽ എക്സാംസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എത്തിച്ചത്. നമ്മളെ മോഡൽ എക്സാമുകൾ എത്തിച്ചു എന്ന് ഒരാൾ പറയുമ്പോൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്സ് പഠിക്കണോ കെമിസ്ട്രി പഠിക്കണോ, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോർമുല ബുക്ക് വെക്കണോ, കെമിസ്ട്രി പഠിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഓർഗാനിക് ഒക്കെ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള, ബോട്ടണിയിലോ അല്ലെങ്കിൽ സുവോളജിയിലോ ഒക്കെ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഇത്രയും കാര്യം എനിക്ക് ഒരുമിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ച് കയറിയ സ്ഥിതിക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ഷോർട്ട് കട്ടിൽ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ, അതോ അല്ലെങ്കിൽ എന്താണ് അതിന് ചെയ്യേണ്ടത്? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തെറ്റിയ കാര്യങ്ങൾ പഠിക്കുക. കാരണം എൻ്റെ നീറ്റ് എക്സാമിൽ ഞാൻ തെറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അങ്ങനെ അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, തെറ്റിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞും ഒരു കറക്ഷൻ ബുക്ക് വെക്കണം ആദ്യം തൊട്ട്. ഇപ്പം ഇനിയിപ്പം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങണം. എന്തുകൊണ്ട് തെറ്റി, അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കുക, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എലോങ് വിത്ത് നമ്മൾ മറ്റതും പഠിക്കുക. പിന്നെ നല്ല ടൈം ടേബിളൊക്കെ നല്ല ഹെക്റ്റിക് ആയിരിക്കും, നല്ല ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരും. പക്ഷെ അതിലേറെ എനിക്ക് അങ്ങനെ ഭയങ്കര പാഷൻ എന്ന് പറഞ്ഞിട്ടായിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ മാക്സിമം വർക്ക് ചെയ്തു. നോർമലി നമ്മളൊരു പാഷൻ ഉള്ളപ്പോഴാണല്ലോ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പാഷൻ ഇല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു വർക്ക്, കാരണം അത്രയും ഹെക്റ്റിക് ഷെഡ്യൂൾ എന്ന് മോള് തന്നെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പാഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ അത്രയും ഇൻപുട്ട് കൊടുത്തത്? എനിക്ക് വേറൊരു ഇതില്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി NIT കിട്ടിയപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് റിപ്പീറ്റ് ചെയ്യുക. ഓൾറെഡി വേറൊരു ഇതിൽ കിട്ടിയതായിരുന്നു, എന്നിട്ട് ഞാൻ പോയില്ല. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ പിന്നെ എപ്പോഴും തോന്നി എന്നാൽ പിന്നെ ഇതിപ്പോൾ എന്തായാലും ഇത് തന്നെ ഇതിനിറങ്ങി തിരിച്ച്, അപ്പൊ പിന്നെ അങ്ങ് പോവാ, ഈ റോഡിൽ അങ്ങനെ പോവാന്നുള്ളതായിരുന്നു. ഈ റോഡ് സ്മൂത്ത് ആണെന്ന് തോന്നിയോ? സ്മൂത്ത് അല്ല, ബട്ട് സ്റ്റിൽ ഇതാണ് എന്റെ റോഡ്. ഈവൻ ഞാൻ ഇപ്പോ മറ്റേതിൽ പോയിരുന്നെങ്കിൽ കൂടി അതും ഇതേപോലെ ഒരു റഫ് റോഡ് തന്നെ ആയിരിക്കും. അപ്പോ എങ്ങനെ പോയാലും ഞാൻ ഒരു ഡെസ്റ്റിനേഷനിൽ, സോ ഏത് റോഡായാലും കുറച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ട്, അതിനെ ഓവർകം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിപ്പം നമുക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ ജീനിയസ് ഇസ് എ പേഴ്സൺ വിത്ത് 99% ഹാർഡ് വർക്ക് ആൻഡ് 1% ഇൻസ്പിറേഷൻ എന്നാണ്. അപ്പം നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പം ഇൻസ്പിറേഷൻ ഇല്ലെങ്കിൽ കൂടി നമ്മൾ വർക്ക് ചെയ്യുന്നതിന് എന്തായാലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഞാൻ എത്ര പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവരോടാണ് ഇത് പറയാനുള്ളത് കേട്ടോ. 99% ഹാർഡ് വർക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ ആ ഹാർഡ് വർക്ക് ചെറുതല്ല. ഇനി അടുത്ത ആളിട്ട ഹാർഡ് വർക്ക് എന്താണെന്ന് ചോദിക്കാം. മോളുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? എനിക്ക് പേഴ്സണലി പ്ലാനൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷെ പ്ലാൻ ഇതുവരെ നടക്കാത്ത ആളും കൂടെ. സോ ആ ഒരു കോഴ്സിന്റെ സമയത്തും പ്ലാനൊന്നും ഇല്ലാതെ റാൻഡം ആയിട്ട് പഠിച്ച ആളാണ്. പ്ലാൻ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്ലാൻ വരച്ച് ഞാൻ ടേബിളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ചിന്ത വരെ ഞാൻ ആ ടേബിൾ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു പ്ലാൻ ഇല്ലാഞ്ഞിട്ട് പോലും അത് അറ്റൈൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ബാക്കിൽ മോളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം. അതെ, തീർച്ചയായും മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതെന്താണ്? ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ ഒരു പേഴ്സണലി ഓരോരുത്തർക്ക് പഠിക്കുന്ന അവരവരുടേതായ രീതികൾ ഉണ്ടാകും. ഇപ്പോൾ ചിലവർ രാവിലെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാകും, ചിലർ രാത്രി ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ ഈ കോഴ്സിനകത്ത് ചേരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എല്ലാ ടൈം ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഏറ്റവും എനിക്ക് കൂടുതൽ പാടുണ്ടായിരുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബയോളജിയാണ്. ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെ ബയോളജിക്ക് ഞാൻ കൂടുതൽ ടൈം കൊടുത്തു. പക്ഷെ അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് എനിക്ക് തീരെ മാർക്ക് കുറവാണ്. ഫിസിക്സിൽ 100-100 താഴെയും കിട്ടിയ സമയങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ പിന്നെ ടീച്ചേഴ്സായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരെനിക്ക് പറഞ്ഞു തന്നു ഫിസിക്സ് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓർഗാനിക് ഇഷ്ടമായിരുന്നു, വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളായിരുന്നു, പക്ഷെ വർക്കൗട്ട് ചെയ്യാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോഴത്തേക്കും കെമിസ്ട്രിയിലെ വർക്കൗട്ട് സൊല്യൂഷൻസും ഫിസിക്സിലെ പ്രോബ്ലംസ്
പ്രോബ്ലംസ് ഒന്നും ചെയ്യാതെ ആദ്യം തട്ടിക്കൂട്ടി എങ്ങനെ പോയി. പക്ഷെ അവസാനം മോഡലിന്റെ സമയം വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴൊക്കെ നമുക്കൊരു നാക്ക് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള മോഡൽ എക്സാംസിന്റെ സമയത്ത് എനിക്ക് കൂടുതൽ സപ്പോർട്ട് എന്ന കോർഡിനേറ്റേഴ്സിന്റെ കാര്യം. എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ എക്സാം മാർക്ക് കുറയുന്നവരും ചില സമയത്ത് 650 ഒക്കെ വരും, ചില സമയത്ത് 540 പോയ സമയമുണ്ട്. അപ്പത്തേക്കൊക്കെ പോട്ടെ സാരില്ല കയറി വരും, ഇനിയും ചെയ്താൽ മതിയെന്ന് നമുക്കൊരു സപ്പോർട്ട് തരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇരുന്ന് അങ്ങ് പഠിച്ചോളൂ. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കിട്ടിയത്. അങ്ങനെ മോനെ ഇപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഫിസിക്സ് ആണ് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ ഞാനും ഈ വർഷവും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി അത് തന്നെയാണ്, ഫിസിക്സ് ആണ് പാട് എന്നുള്ളതാണ്. മോന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഉണ്ടായിരുന്നോ? ഇനി ഫിസിക്സും ടാക്കിൾ ചെയ്ത ആളാണല്ലോ, ഈ ഒരു അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഒരുപോലെ കൈപ്പിടിയിൽ ഒതുക്കിയ ആളാണ്. എങ്ങനെയാണ് ഫിസിക്സിനോടുള്ള ഒരു ഭയം ഒഴിവാക്കേണ്ടത്? ഫിസിക്സ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് ടൈമിലോട്ട് എത്തുമ്പോൾ പ്രോബ്ലംസ് ചെയ്തിട്ട് പ്രോബ്ലത്തിൽ നിന്ന് കോൺസെപ്റ്റിലേക്ക് പോവുകയാണോ ചെയ്യേണ്ടത്, അതോ കോൺസെപ്റ്റ് പഠിച്ചിട്ട് പ്രോബ്ലത്തിലേക്ക് വരേണ്ടത്? ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ചെയ്തിട്ട് അതിൽ നിന്ന് കോൺസെപ്റ്റിലേക്ക് പോകാൻ. സോ തിയറി പാർട്ട് എങ്ങനെയാണ് അപ്പോൾ പഠിച്ചെടുത്തത്? ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ആ ടൈമിൽ കേട്ടിരിക്കും, Okay. എന്നിട്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ നോക്കും, ആ ചോദ്യങ്ങളിലൂടെ കോൺസെപ്റ്റ് പഠിക്കും. ഒരു റിവേഴ്സ് സ്ട്രാറ്റജിയാണ് ചെയ്തു വന്നത്, അത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു. അത്യാവശ്യം എഫക്റ്റീവ് ആയിരുന്നത്. കുഴപ്പമില്ല. ചിലത് നമുക്ക് നല്ല മാർക്ക് കിട്ടായിരുന്നു, ചിലപ്പോൾ മാർക്ക് കുറവായിരുന്നു. ഈ മാർക്ക് കുറയുന്നതാണ് ശരിക്കും യഥാർത്ഥ മോട്ടിവേഷൻ. അടുത്തതിലേക്ക് പഠിക്കാനുള്ള കൂടുതൽ ഒരു ഇത് കിട്ടുക മാർക്ക് കുറയുമ്പോഴാണ്. അങ്ങനെ ഫിസിക്സ് പഠിച്ചത് പറഞ്ഞു, കെമിസ്ട്രിയും ഈ പറയുന്ന പോലെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ അറിയില്ലെങ്കിൽ പോലും കെമിക്കൽ സ്ട്രക്ചറും നേച്ചറും ഈ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഇച്ചിരി ഓർത്ത് വയ്ക്കാനൊക്കെ ഡിഫിക്കൽറ്റി ഉള്ള ഒരു കാര്യമാണ്. മോൻ എങ്ങനെയാണ് കെമിസ്ട്രിയെ ഒന്ന് കൈപ്പിടിയിലാക്കിയത്? ഈ 3 സബ്ജക്റ്റിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. ചോദ്യം അപ്പോൾ അങ്ങനെ തന്നെ ആയിപ്പോയി. നീറ്റ് എക്സാമിന് ബാക്കി ഫിസിക്സിനും ബയോളജിക്കും കോൺഫിഡന്റ് ആണെങ്കിലും കെമിസ്ട്രി എനിക്കൊരു പേടിയായിരുന്നു. ഹാളിൽ പോയപ്പോൾ കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ഈസി, ഏറ്റവും എളുപ്പം. അപ്പൊ മോൻ എങ്ങനെയാണ് ആ ഒരു പേടിയുള്ള ആളിനെ നമ്മൾ കുറച്ചുകൂടെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ കൈപ്പിടിയിലാക്കാൻ, എന്തായിരുന്നു മോൻ അതിനു വേണ്ടി ചെയ്തത്? എനിക്ക് സെൽഫ് സ്റ്റഡി അങ്ങനെ വർക്കായില്ലേ, ഡെഡിക്കേറ്റഡ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഫ്രണ്ട്സ് ഏത് സമയം കാണുമ്പോഴൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എപ്പോഴും ഡിസ്കഷൻ ആണ്. അപ്പം ഒരു പ്യുവർ ഗ്രൂപ്പ് ആണ് ശരിക്കും ബിഹൈൻഡ് ദ കെമിസ്ട്രി. ഡീമോട്ടിവേറ്റ് ആയി തളർന്നു പോകും. അപ്പം ഫ്രണ്ട്സ് അപ്പൊ ആ ഒരു ഡിസ്കഷൻ ഇതൊക്കെ ഓർത്ത് വെക്കാൻ സഹായിച്ചു. ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള അവർ പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ നീഡ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ബയോളജി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ചോദിച്ചിട്ട് വിട്ടുകളാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ മോനെ ബോട്ടണി, എനിക്ക് തോന്നുന്നു ബോട്ടണി എന്ന് പറയുമ്പം കുറച്ച് പേർക്കെങ്കിലും ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്തിന് ഇത് പഠിക്കണം എന്ന് കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ക്ലാസ്സിൽ കയറുമ്പോഴുള്ള ഒരു ഇൻപുട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ടണിയിൽ ഒരുപാട് പേരുകൾ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ മോർഫോളജി അല്ലെങ്കിൽ അനാറ്റമി ഒക്കെ പഠിക്കുമ്പോൾ കുറേ കാണാതെ പഠിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് മിസ്സേ ഇതൊക്കെ എന്തിനാണ്, ഇതെങ്ങനെ ഓർത്ത് വെക്കും, ഇത്രയും കാര്യം എന്തിനാണ്, എങ്ങനെയാണ്? ഫിസിയോളജി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സുവോളജി ഫിസിയോളജി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാം, പക്ഷെ ബോട്ടണിയിൽ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കും, ഇത് ഭയങ്കര പാടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും അത് എങ്ങനെ ഏറ്റവും എളുപ്പമാക്കി പഠിക്കാം എന്ന് ആലോചിക്കുന്നവരുണ്ട്. അവരോട് നമ്മൾ എപ്പോഴും അത് വായിക്കുക, ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം വായിക്കുക. മോഡൽ എക്സാം വരുമ്പോഴും നമ്മൾ വെയിറ്റേജ് കൂടുതലും കൊടുക്കേണ്ടത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ആണെങ്കിൽ പോലും ചില കുട്ടികൾക്ക് ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് പോലും നമ്മൾ എല്ലാ ദിവസവും ബയോളജി റിപ്പീറ്റീവ് ആയിട്ട് വായിക്കുക, ഡെയിലി വായിക്കുമായിരുന്നു. പിന്നെ നമുക്ക് പേരുകളൊക്കെ എപ്പോഴും മറന്നു പോകും, ക്വസ്റ്റ്യൻസ് ഒരുപാട് തെറ്റിപ്പോകും. മോഡൽ എക്സാമിനൊക്കെ ബയോളജിക്ക് മിക്കപ്പോഴും തെറ്റിപ്പോകുമായിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പിന്നെ മറന്നു പോകും, തെറ്റിപ്പോകും. എന്നാലും നമ്മൾ റിപ്പീറ്റീവ് എപ്പോഴും വായിക്കുക ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ റിപ്പീറ്റഡ് റീഡിംഗ് തന്നെയാണ് അതിനൊരു പരിഹാരം. ഡീപ്പായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് എല്ലാം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കാൻ സഹായിക്കും. ഈ മാർക്കൊക്കെ പ്ലാന്റ് അനാറ്റമി ഓക്കെ, അതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? റിപ്പീറ്റ് വായിച്ച് തന്നെ എടുത്തതാണ്. ഓക്കെ, അപ്പൊ തെറ്റിപ്പോയപ്പോ പേടിയുണ്ടായിരുന്നോ? മോഡൽ എക്സാമിന് മാർക്ക് കുറയുമ്പം എല്ലാരും കൂടെ മോട്ടിവേഷൻ വന്നത് ഓവർകം ചെയ്തല്ലേ. ഞാൻ എൻ്റെ സബ്ജക്ട് ചോദിക്കാതെ വിടുകയില്ല, സുവോളജി. മോനെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി സുവോളജി അത്ര വലിയ പാടായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, കാരണം ഫിസിയോളജി ഒക്കെ കുറച്ച് അല്ലേ. പിന്നെ എല്ലാവരും പറഞ്ഞു കേൾക്കണേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ, കുറച്ച് ആ ഒരു കോഡേറ്റ നോൺ കോഡേറ്റ ആ പേര് പഠിക്കുന്നിടത്താണ് എല്ലാവരും പറയുന്നത്. കാരണം ഫിസിയോളജി ഒക്കെ ഒരുവിധം പോവല്ലേ, നന്നായിട്ട് പറ, ഞാനല്ലേ പഠിപ്പിച്ചത്, അപ്പോൾ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സുവോളജിയിൽ മോനെ എങ്ങനെയാണ് അത് ഓർത്ത് വെച്ചത്? അല്ലെങ്കിൽ സുവോളജിയിൽ ഇപ്പോൾ സുവോളജി പാടുള്ള കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് മോന് പറയാൻ? സുവോളജി ആയാലും ബോട്ടണി ആയാലും ബയോളജി അല്ലേ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ നമ്മൾ പഠിക്കണം.
പിന്നെ സുവോളജിയിൽ ബ്രില്യൻ്റ് ആപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. Okay. അപ്പോൾ അതിൽ ലെവൽ 1 ലെവൽ 2 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എഴുതാം. Okay. പിന്നെ അതിന്റെ മോഡൽ ടെസ്റ്റ് തന്നെ നമ്മൾ ആപ്പിൽ വന്ന് നടത്തുന്നുണ്ട്, അതും എഴുതാം. അപ്പം ഞാൻ ഫൈനലി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ റിവിഷൻ നടത്തുമ്പോൾ, റിവിഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും വായിച്ചാണോ റിവൈസ് ചെയ്യുന്നത്, അതോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒന്നുകൂടെ റീവായിക്കുകയാണോ ചെയ്യുന്നത്? ആദ്യം വായിക്കും, Okay. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. Okay. നമുക്ക് കിട്ടാത്ത പോർഷൻസ് ആ. ആണ്, അത് വീണ്ടും ചെന്ന് അത് മാത്രം വായിക്കും. അപ്പം റിപ്പീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ എവിടെയാണോ നമുക്ക് എറർ വന്നത് അതാണ് വീണ്ടും വീണ്ടും വായിക്കുന്നത് അല്ലേ? ദേ എനിക്ക് തോന്നുന്നു നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഓരോന്നും എങ്ങനെ പഠിക്കാം, എന്തൊക്കെയാണ് കുറവുകൾ എന്നൊക്കെ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരുടെ വാക്കുകൾക്ക് പൊന്നിൻ്റെ വിലയുണ്ട്. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരുടെ ആഗ്രഹം നേടിയെടുത്തവരാണ്. സോ ഇത് നിങ്ങൾക്കും ഒരു പാഠമാകട്ടെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.